കേരളത്തിലെ വർക്ക് ഫോഴ്സിൽ വലിയ ശതമാനവും ഇതുപോലെ ട്രഡീഷണൽ ഓക്യുപ്പേഷൻസിൽ, അതുപോലെ കൃഷിയിലും വർക്ക് ഫോഴ്സ് വാസ് ഹ്യൂജ്ലി ഫീമെയിൽ. അതുകൊണ്ട് നഷ്ടത്തിൻ്റെ കണക്ക് അങ്ങനെ നോക്കുമ്പോൾ കൂടുതൽ നഷ്ടപ്പെട്ടത് സ്ത്രീകൾക്കാണ്. ഈ വർക്ക് ഫോഴ്സ് വാസ് ഇപ്പം ഉദാഹരണത്തിന് കേരളത്തിലെ കശുവണ്ടി തൊഴിലാളി യൂണിയൻ ഏഷ്യയിലെ ഏറ്റവും വലിയ വനിതാ സംഘടനയായിരുന്നു. അത്രയും അധികം സ്ത്രീകളുണ്ടായിരുന്ന ഇതാണ്. ഇതിലെല്ലാം ഈ നശിച്ചുപോയ മേഖലകളിൽ ഒരു വലിയ വർക്ക് ഫോഴ്സിൻ്റെ വലിയ ശതമാനം സ്ത്രീകളായിരുന്നു. അപ്പോൾ അവർക്ക് വലിയ കൂലിയൊന്നും കിട്ടിയിട്ടൊന്നുമല്ല അവർ ചെയ്യുന്ന തൊഴിലെന്നുള്ള. അപ്പം ഈ കൂലിയും വലിയ സൗകര്യങ്ങളൊന്നും ഇല്ലാത്ത ഈ ജോലിയിലേക്ക് മക്കൾ വരാതിരിക്കാൻ വേണ്ടി മക്കളെ, അതുകൊണ്ട് 1972 മുതലാണ് ഈ വിവാഹ ഫണ്ട് കൊടുത്തു തുടങ്ങുന്നത് ഗവൺമെൻറ്. അതായത് അച്ഛനില്ലാത്ത പെൺമക്കൾക്ക്, വിധവകളുടെ മക്കൾക്ക് കല്യാണം കഴിക്കാനായിട്ട് ഒരു 5000 രൂപ 3000 രൂപയൊക്കെ കൊടുത്തു തുടങ്ങുന്ന സമയം 70s ആണ്. അപ്പോൾ കാരണം അത് സ്ത്രീകളുടെ ഇടയിൽ നിന്ന് വരുന്ന ഒരു ആവശ്യമാണ്. അവർക്ക് മക്കളെ ഇങ്ങനെ ഈ ഫാക്ടറിയിൽ അയക്കാതെ കുടിക്കാത്ത ഒരുത്തനെ കെട്ടിച്ചു വിടുക. അപ്പോൾ അപ്പോൾ ഈ ഫ്രീ ടൈം എന്ന് പറയുന്ന സാധനം, കുറച്ച് ഫ്രീ ടൈം ഉണ്ടാവുക എന്നുള്ളത്. ജോലിയൊക്കെ ഇതങ്ങനെയല്ല. ഇവർക്ക് ഈ ഫാക്ടറി പോകുന്ന പെണ്ണുങ്ങൾക്ക് എന്ത് ഫ്രീ ടൈം, ആ പരിപാടിയില്ല. അപ്പോൾ അങ്ങനെയാണ് ആദ്യം ഈ തൊഴിലാളി വർഗത്തിനിടയിൽ സ്ത്രീധനം കൊടുത്ത് കിട്ടുന്ന, കുടിക്കാത്തവനും സ്ഥിര ജോലി ഉള്ളവനുമൊക്കെ ആണ് കിട്ടുന്നത്, സ്ത്രീധനം കിട്ടുന്നത്. അപ്പോൾ ഇത് 80s ആകുമ്പോഴേക്കും ഇതും പ്രയാസമാവുകയാണ്. കാരണം ജോലികൾ കിട്ടുന്നില്ലല്ലോ. അപ്പം മുതൽ ഈ നിയോഭൃത്യ എന്ന് പറയുന്ന ഒരു ഐഡൻറ്റിറ്റി അപ്പോഴേ ഉണ്ട്. നമ്മൾ കേൾക്കുകയും കാണുകയും ഒന്നും ചെയ്യുന്നില്ല. പക്ഷേ 90s ആകുമ്പോഴേക്കും ഈ കുടുംബശ്രീയൊക്കെ വരുമ്പോഴേക്കും ശരിക്കും ഒരു ക്രൈസിസിന് ഫലമായിട്ടാണ്. കാരണം 1990s വിദ്യാഭ്യാസവും ആരോഗ്യവും ഇപ്പോൾ കമേഴ്ഷ്യൽ സെക്ടറിലോട്ട് മാറുന്നത് കേരളത്തിൽ. അപ്പോൾ പഠിപ്പിക്കാനൊക്കെയുള്ള എക്സ്പെൻസസ് നല്ലപോലെ കൂടുന്നുണ്ട്. പിന്നെ 1995 ആ സമയത്ത് ശരിക്കും കേരളത്തിലൊരു സാമ്പത്തിക പ്രതിസന്ധി ഉണ്ട്. ഗവൺമെൻറ്റിനും വലിയ സാമ്പത്തിക പ്രതിസന്ധി ഉള്ള സമയമാണ്. 90s അവസാനം, മിഡ് 90s ശേഷം. അപ്പോൾ ഈ 90s അവസാനമൊക്കെ ആകുമ്പോഴേക്കും ശരിക്കും ഈ വീട് ഒരുമിച്ച് കൊണ്ടുപോകും. ആണുങ്ങൾക്ക് ജോലിയുണ്ടോയെന്ന് വെച്ചാൽ ജോലിയുണ്ട്, നല്ല ശമ്പളമുണ്ട്. പക്ഷേ ഈ മെയിൽ ബ്രെഡ് വിന്നർ ആവാൻ മാത്രം സ്റ്റഡിയായ വരുമാനമില്ല. അതായത് ഇപ്പോൾ ഇന്ന് 4 ദിവസം, ഇപ്പം 4 ദിവസം വെൽഡറായിട്ട് ജോലി ചെയ്യുകയാണെങ്കിൽ പിന്നെ ഒരു 2 ആഴ്ച ജോലി ഉണ്ടാവില്ല. പിന്നെ ജോലി കിട്ടുമ്പം കൺസ്ട്രക്ഷൻ സൈറ്റിലായിരിക്കും, അത് 1 മാസം കാണും. പിന്നെ ചിലപ്പോൾ ഒരു 3 മാസത്തേക്ക് പണി ഉണ്ടാവില്ല. അപ്പം പിന്നെ വേറെ ഏതെങ്കിലും സ്ഥലത്ത് പോയിട്ട് അവിടെ എന്തെങ്കിലും ഒരു പണിയായിരിക്കും. അല്ലെങ്കിൽ ഡ്രൈവറായിട്ട് പിന്നെ ഒരു 4-5 മാസം നിൽക്കും. അപ്പോൾ ഈ ആണുങ്ങൾക്ക് കൂലിയുണ്ട്, പക്ഷേ എറാറ്റിക്കാണ്. ഇപ്പോൾ സ്ഥിരമായിട്ടൊരു വരുമാനം വീട്ടിൽ കൊണ്ടുവന്ന് കൊടുക്കാനില്ലാത്ത പോലെ ഒരവസ്ഥയായി. അങ്ങനെയൊക്കെ വരുന്ന സമയത്താണ് കുടുംബശ്രീ ഭയങ്കര ഒരു അനുഗ്രഹമായിട്ട് വരുന്നത്. കാരണം ചീപ്പായിട്ടുള്ള കടം, പിന്നെ സ്ത്രീകൾക്ക് തന്നെ എന്തെങ്കിലുമൊക്കെ സെൽഫ് സംരംഭങ്ങൾ തുടങ്ങും. അപ്പോൾ ഇതെന്താണെന്ന് പറയുക, ആ സമയത്ത് ഞാൻ നല്ലപോലെ ഓർക്കുന്നുണ്ട് ഈ പറയുന്നത്, ഈ സ്ത്രീകൾക്ക് ഒരുപാട് ഫ്രീ ടൈം ഉണ്ട്, അവർക്ക് എങ്ങനെയാണ് ഈ ഫ്രീ ടൈം കിട്ടിയത്? ഈ പാവപ്പെട്ട അമ്മമാർ സ്ത്രീധനം കൊടുത്ത് ഇവരെ ഫാക്ടറി വിടാതിരിക്കാൻ വേണ്ടി സ്ത്രീധനം കൊടുത്ത് കല്യാണം കഴിച്ച ആ വീടുകളിലെ പെണ്ണുങ്ങളാണ് ഫ്രീ ടൈം ഉള്ളവർ. അങ്ങനെയാണ് ഈ കേരളത്തിൽ ലോവർ മിഡിൽ ക്ലാസ്സിനിടയിൽ ഒരു വീട്ടമ്മവൽക്കരണം വരുന്നത്. അവരുടെ ആ ഫ്രീ ടൈമിനെയാണ് പിന്നെ ഗവൺമെൻറ് സെൽഫ് ഹെൽപ്പ് വെഞ്ചേഴ്സിന് വേണ്ടി വിനിയോഗിക്കുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ, അങ്ങനെ നോക്കിയാൽ ഇത് ശരിക്കും എന്താ പറയുക, ഈ അന്തരം അങ്ങനെ കൂടുവോ കുറയുമോ എന്നുള്ളതിനെ ഉപരിയായിട്ട് ഈ താഴത്തെ വിഭാഗത്തിന് പിടിച്ച് നിൽക്കാൻ അവർ വൾണറബിലിറ്റി കൂടുകയാണ്. എപ്പോൾ വേണമെങ്കിലും വെച്ചാൽ നല്ല നിരക്കായിരിക്കും പോകുന്നത്, പക്ഷേ ഒരു ഉറപ്പില്ല എപ്പോഴായിരിക്കും ഒന്നും ഇല്ലായ്മയിലേക്ക് കൂപ്പുകുത്തി വീഴുക എന്നുള്ളതിനെക്കുറിച്ച്. അപ്പോൾ അതനുസരിച്ചാണ് ഇനിക്വാളിറ്റി. ഇപ്പോൾ ഇനിക്വാളിറ്റി എന്ന് വെച്ചാൽ കഴിഞ്ഞ നൂറ്റാണ്ടിലെ ഇനിക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ദാരിദ്ര്യം ഏറ്റവും കുറവുള്ളവരും ഇല്ലാത്തവരും, ദാരിദ്ര്യം ഉള്ളവരും ദാരിദ്ര്യത്തിൻ്റെ റിസ്ക് ഏറ്റവും കുറവുള്ളവരും. ഇപ്പോൾ അങ്ങനെയല്ല, ഈ നിൽക്കുന്ന നില അതുപോലെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്ന് ഉറപ്പുള്ളവരും ഇല്ലാത്തവരും, അതാണ് വന്നിരിക്കുന്നത്. പിന്നെ ക്ലൈമറ്റ് ചേഞ്ച് വരുമ്പോൾ ഇനിയിപ്പം ക്ലൈമറ്റ് ചേഞ്ച് ഇങ്ങനെ ഇൻറ്റൻസിഫൈ ചെയ്യുമ്പോൾ ഇതൊക്കെ എങ്ങനെ മാറും എന്ന് നമുക്ക് ആർക്കും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം ഈ വലിയ വലിയ പണക്കാർ ചിലപ്പോൾ കൂടുതൽ വൾണറബിൾ ആവാനുള്ള എല്ലാ സാധ്യതയുണ്ട്. ഇപ്പോൾ പാൻഡമിക്കിൻ്റെ കാര്യം നോക്കിയാൽ നിങ്ങൾ ഇൻ്റർനാഷണലി പാൻഡമിക് കഴിയുമ്പോൾ കണക്കെടുത്ത് നോക്കിയാൽ എല്ലാവരും വിചാരിച്ച് ആഫ്രിക്കയിലെങ്കിൽ ഒരു ഒരാൾ പോലും ജീവിച്ചിരിക്കില്ല. ആഫ്രിക്ക അല്ല വേസ്റ്റ് എഫക്റ്റഡ് ആയത്. ആരാ എഫക്റ്റഡ് ആയത്? ലോകത്തിലെ ഏറ്റവും ധനികരാണ്. യൂറോപ്പാണ് വേസ്റ്റ് എഫക്റ്റഡ് ആയത്. അപ്പോൾ അതുപോലെ നമുക്കൊരു ഉറപ്പുമില്ല എങ്ങനെയായിരിക്കും ഈ ക്ലൈമറ്റ് ചേഞ്ചൊക്കെ വരുമ്പം അതിൻ്റെ ഇമ്പാക്റ്റ്. ധനികരല്ല സഫർ ചെയ്യുന്നതെന്ന് നമുക്കൊന്നും പറയാൻ പറ്റില്ല. ഇപ്പം എന്താ പറയുക, ആദ്യത്തെ നമ്മുടെ 2018 വെള്ളപ്പൊക്കത്തിൽ തന്നെ ഏറ്റവും വലിയ വലിയ അസറ്റ്സാണ് മുങ്ങിപ്പോവാനും ഒക്കെ തുടങ്ങിയത്.
അതിപ്പോൾ ഒരു റൗണ്ട് അതെല്ലാം ശരിയാക്കി എടുത്തു. ഇനിയിപ്പോൾ അതുപോലെ ഒരു 3-4 തവണയൊക്കെ അത് വന്നു കഴിഞ്ഞാൽ എന്താവെന്ന് പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ ദർ ഇസ് സം ഹ്യൂജ് ചേഞ്ച് ദാറ്റ് ഈസ് വെയിറ്റിംഗ് ഫോർ us ഇൻ ദിസ് സെഞ്ച്വറി.